സുർജിത്ത്, ജില്ലാ സമ്മേളനത്തിൽ ആദ്യമായി ഒരു മത്സരം നടക്കുന്നു. മാത്രമല്ല റഫീഖിന്റെ പേര് നിർദ്ദേശിച്ചത് ആരാണ്, ആരൊക്കെയാണ് പിന്താങ്ങിയത് തുടങ്ങിയ കാര്യങ്ങളിൽ ഇനിയും നമുക്ക് വ്യക്തത വരാനുണ്ട്. ഗഗാറിനെ സ്ഥാനത്ത് മാറ്റാൻ പാകത്തിലുള്ള സാഹചര്യം വയനാട്ടിൽ പാർട്ടിക്കകത്തുണ്ടായിരുന്നോ? നിലവിൽ ഇങ്ങനെ ഒരു റഫീഖിന്റെ പേര് അപ്രതീക്ഷിതമായി ഉയർന്നു വന്നതാണോ, അല്ലെങ്കിൽ ആ ഒരു നീക്കത്തിന് പിന്നിൽ ഏതൊക്കെ തരത്തിലുള്ള ഇടപെടലുകൾ, ചരടുവലികൾ നടന്നിരിക്കാനുള്ള സാധ്യതയുണ്ട്? അതിനുള്ളൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു? നിലവിൽ ഔദ്യോഗിക നേതൃത്വം മുന്നോട്ട് വെച്ച പേര് പി ഗഗാറിൻ്റെ തന്നെയാണ്. പി ഗഗാറിൻ തന്നെ ജില്ലാ സെക്രട്ടറി ആയി വരണം എന്നുള്ള തരത്തിൽ ഒരു ടേം കൂടി ബാക്കിയുണ്ട്. അദ്ദേഹം ഒരു ഇടവേളയിലാണ് അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയി സ്ഥാനമേൽക്കുന്നത്. അതിനുശേഷം ഒരു ടേം സംഘടനാ സമ്മേളനം തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട് ജില്ലാ സെക്രട്ടറി ആയി. അത് കഴിഞ്ഞ സമ്മേളനമായിരുന്നു. ഒരു ടേം കൂടി പാർട്ടിയുടെ നിലവിലെ ചട്ടപ്രകാരം ഒരു ടേം കൂടി അദ്ദേഹത്തിന് ബാക്കിയുണ്ട്. ആ ടേമിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഔദ്യോഗിക നേതൃത്വം മുന്നോട്ട് വെച്ച പേര് പി ഗഗാറിൻ്റെ തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിൽ 27 അംഗ കമ്മിറ്റിയിൽ ജില്ലാ കമ്മിറ്റി ഐക്യകണ്ഠേനയായിരുന്നു തെരഞ്ഞെടുപ്പ് നടത്തിയത്. ഒരാൾ പോലും അതിനെതിരെ, ജില്ലാ കമ്മിറ്റി പാനലിനെതിരെ, 27 അംഗ പാനലിനെതിരെ ഒരാൾ പോലും ശബ്ദിച്ചില്ല. അതിനകത്ത് എതിർപ്പുണ്ടായില്ല. പൂർണ്ണമായും ഐക്യകണ്ഠേന സമ്മേളനം ഈ ജില്ലാ കമ്മിറ്റിക്ക് പാനലിന് രൂപം നൽകി. അത് അംഗീകരിക്കപ്പെട്ടു. പിന്നീട് ജില്ലാ സെക്രട്ടറി തെരഞ്ഞെടുക്കാനുള്ള ജില്ലാ കമ്മിറ്റി ചേർന്നു. ആ കമ്മിറ്റിയിലാണ് മത്സരമുണ്ടായതെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതിൽ ഈ മത്സരം നടന്നപ്പോൾ പി ഗഗാറിനും കെ റഫീഖുമാണ് മത്സരരംഗത്ത് വന്നത്. അങ്ങനെ വന്നപ്പോൾ അതിൽ 16 വോട്ടുകൾ കെ റഫീഖിനും 11 വോട്ടുകൾ ഈ പി ഗഗാറിനും ലഭിച്ചു എന്നുള്ള തരത്തിലുള്ള വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. എന്തായാലും മത്സരം നടന്നിരിക്കുന്നു. അതിൽ കെ റഫീഖ് വിജയിച്ചിരിക്കുന്നു. ഒരു യുവമുഖം ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ കേരളത്തിൻ്റെ 14 ജില്ലാ കമ്മിറ്റികൾ പരിശോധിക്കുമ്പോഴും അതിൻ്റെ ജില്ലാ അമരത്ത് എത്തുന്ന ഒരു യുവമുഖം അത് കെ റഫീഖ് ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. എന്തായാലും CPM-ന്റെ സംഘടനാ സമ്മേളനങ്ങൾ നടക്കുകയാണ്, പലയിടങ്ങളിലായി നടക്കുകയാണ്. അതിൽ നിലവിൽ കഴിഞ്ഞ സമ്മേളനങ്ങളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ജില്ലാ സെക്രട്ടറി ആയി കെ റഫീഖ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി എങ്ങനെയാണ് ഇത് നടന്നത്, ഇതിൻ്റെ വിഷയങ്ങൾ, എന്തെങ്കിലും തരത്തിലുള്ള സംഘടനാ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ, ഏതെങ്കിലും വിഭാഗീയ ചുവയുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. ആരാണ് ഇതിന് ഈ ഒരു നീക്കത്തിന് പിന്നിലുണ്ടായിരുന്നത്, ആരാണ്, ഏത് തരത്തിലാണ് ഇതിൻ്റെ സമവായങ്ങൾ ഉണ്ടായിട്ടുള്ളത്, അത്തരം കാര്യങ്ങളിൽ വിവരങ്ങൾ പുറത്ത് വരേണ്ടതുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പ്, ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ റഫീഖിനി CPIM-ന്റെ ജില്ലാ സെക്രട്ടറി ആയി മാറിയിരിക്കുന്നു. മാത്രമല്ല ഇനി ഇതിനകത്ത് എങ്ങനെയാണ് മത്സരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് എത്തിയത്, അതിൻ്റെ സാഹചര്യം എന്തായിരുന്നുള്ള തരത്തിലുള്ള പരിശോധന ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. എന്തായാലും സംഘടനാ സമ്മേളനം കെ റഫീഖിനെ ജില്ലാ സെക്രട്ടറിയായി ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കെ റഫീഖ് വയനാട് ജില്ലാ സെക്രട്ടറി ആകുന്നു. CPIM-ന്റെ അപ്രതീക്ഷിതമായ ഒരു നീക്കമാണ് സംഭവിച്ചിരിക്കുന്നത്. കെ റഫീഖ് മത്സരത്തിലൂടെയാണ് ജില്ലാ സെക്രട്ടറി ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നതിന്റെ വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.